തഞ്ചാവൂരേക്കുള്ള യാത്രയിലാണ്. വൈകിട്ട് 10:30 കാരക്കൽ എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ തഞ്ചാവൂരേക്കുള്ള യാത്ര തുടങ്ങുന്നത്. കോഴിക്കോട് നിന്നും 1:45 ജനശതാബ്ദിക്ക് തൃശ്ശൂർ എറണാകുളത്തെത്തി. ഇനി ഇവിടുന്ന് തഞ്ചാവൂരേക്കുള്ള ട്രെയിനിന് ഏകദേശം ഒരു 4 മണിക്കൂറോളം സമയമുണ്ട്. അപ്പോൾ പിന്നെ കൊച്ചിക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് അജുവാൻ ഉണ്ടായിരുന്നു. അവനെ ആക്ച്വലി സെയിം ട്രെയിനിന് അവൻ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. ശേഷം ഞങ്ങൾ ബാഗ് ക്ലോക്ക് റൂമിൽ വെച്ച് ഫുഡ് കഴിച്ച് സുഭാഷ് പാർക്കിലേക്കുള്ള യാത്രയിലാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ സുഭാഷ് പാർക്കൊക്കെ അലങ്കരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വെച്ച് എന്തൊക്കെ പരിപാടികളുണ്ടെന്ന് തോന്നുന്നു. അകത്ത് സ്റ്റേജിൻ്റെ മറ്റു വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. സുഭാഷ് പാർക്കിൽ നിന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്കുള്ള വ്യൂ അടിപൊളിയാണ്. ഞങ്ങളിവിടെ ഇവിടെ കായൽ സൈഡിൽ നമുക്ക് ഇരിക്കാനുള്ള കുറേ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. ദൂരെ കപ്പലൊക്കെ വന്ന് നിർത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ വഴിയരികിലൊരു കറുത്ത പൂച്ചയുടെ ഒരു പ്രതിമ ഉണ്ട്. തുടക്കത്തിൽ കണ്ടപ്പോൾ കരിങ്കല്ലാണെന്ന് വിചാരിച്ചു. ഞങ്ങൾ ശരിക്കും അതിൻ്റെ അടുത്ത് പോയി തൊട്ട് നോക്കുമ്പോൾ ആക്ച്വലി അതൊരു കരിങ്കല്ലല്ല, എന്തോ സിമെൻറ്റിലൊക്കെ ഉണ്ടാക്കിയേക്കുന്ന ഒരു പ്രതിമയാണ്. ജസ്റ്റ് ഞങ്ങളൊന്ന് തൊട്ടൊക്കെ നോക്കി. ആക്ച്വലി നല്ല രസമുണ്ട്. പക്ഷേ ഇതിൻ്റെ മുഖം കൊണ്ട് വ്യക്തമാകുന്നില്ല രാത്രി. കാരണം അത് കായലിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഈ പ്രതിമ വെച്ചേക്കുന്നത്. സുഭാഷ് പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി ബ്രോഡ്വേയിലേക്കാണ് അടുത്ത യാത്ര. അവിടുന്ന് കുറച്ച് ജസ്റ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ജസ്റ്റ് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് ബ്രോഡ്വേയുടെ എൻട്രൻസിലെത്തി. ഇവിടെ മേജർ ബസാറുണ്ട്. നമ്മൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് ഇതിനകം കാണാൻ വേണ്ടിയിട്ട്. നല്ല അലങ്കാരങ്ങളും പരിപാടികളൊക്കെ ആയിട്ട്. അപ്പം ആക്ച്വലി ദൃശ്യം അതൊന്നും മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോയി. നല്ല രസമുണ്ട് അതിൻ്റെ അകത്തൊക്കെ കാണാൻ വേണ്ടി. ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ വളരെ തുടങ്ങി. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അവിടുത്തെ ഒരു ആംബിയൻസിൻ്റെ രസമാണ്. എല്ലാം കൂടി ഇങ്ങനെ കൂടി കളർഫുള്ളൊക്കെ ആയിട്ട് കാണുമ്പോൾ എന്താ പറയുക, നമുക്കൊരു രസം തോന്നും കാണുമ്പോൾ തന്നെ. ആക്ച്വലി ഞങ്ങൾ പർച്ചേസൊന്നും ചെയ്തില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് വ്യൂ ചെയ്ത് ഇങ്ങനെ തിരിച്ചു പോരാണ് ചെയ്തത്. ഞങ്ങൾ തഞ്ചാവൂരേക്കുള്ള യാത്ര ഞങ്ങൾക്കൊണ്ട് സാധനങ്ങൾ വാങ്ങി ക്യാരി ചെയ്യുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടും ഒന്നും സാധനങ്ങളായിട്ടൊന്നും മേടിച്ചില്ല. ശേഷം മേജർ മാർക്കറ്റിന് പുറത്തിറങ്ങി വീണ്ടും മെറൈൻ ഡ്രൈവിലേക്ക് പോയി. മെറൈൻ ഡ്രൈവിൽ ജസ്റ്റ് ട്രെയിൻ വരാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇനിയും ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞങ്ങളവിടെ ഒരു അരമണിക്കൂർ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഒരു ഓട്ടോ പിടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ ക്ലോക്ക് റൂമിൽ പോയി ഞങ്ങൾ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് ട്രാക്ക് നമ്പർ 3 ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിൻ്റെ അടുത്തേക്ക് പോയി. ആക്ച്വലി ട്രെയിനിൽ ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിൻ യാത്ര തുടങ്ങുന്നതിലൊരു 10-20 മിനിറ്റ് മുമ്പാണ് ലൈറ്റൊക്കെ ഓപ്പൺ ചെയ്യുക. ഞങ്ങൾ ജസ്റ്റ് ഡോറൊക്കെ തുറന്ന് അതിലുള്ള നല്ല ഇരുട്ടായിരുന്നു അകത്ത്.
പിന്നെ S3 ഞങ്ങൾ ഞങ്ങൾ കമ്പാർട്ട്മെൻറ്റ് S3 ആണ്. അപ്പോൾ തുറന്ന് ഫ്ലാഷൊക്കെ അടിച്ച് നമ്മൾ സീറ്റ് നമ്പറൊക്കെ നോക്കി അകത്തേക്ക് പോയി. 21, 22 ഞങ്ങളെ സീറ്റ് നമ്പർ. ഈ മിഡിൽ ബർത്തും അപ്പർ ബർത്താണുള്ളത്. അപ്പോൾ ഇനി ഒരു നീണ്ട 10-11 മണിക്കൂർ യാത്രയാണ് തഞ്ചാവൂരേക്ക്. ആക്ച്വലി കൊച്ചിയിൽ നിന്ന് ഈ ഒരൊറ്റ ട്രെയിൻ മാത്രം, കേരളത്തിൽ നിന്ന് ഈ ഒരൊറ്റ ട്രെയിൻ മാത്രമേ ഉള്ളൂ തഞ്ചാവൂരേക്ക് ഡയറക്റ്റായിട്ട് പോകുന്നത്. വേളാങ്കണ്ണിക്ക് പോകുന്ന കാരക്കൽ എക്സ്പ്രസ്സാണ്. സൗത്തിൽ നിന്നൊരു 9:30 ആകുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇതിന് നോർത്തിലും സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ആലുവ, ഈ 3 സ്റ്റേഷനാണ് കാര്യമായിട്ട് എറണാകുളത്ത് സ്റ്റോപ്പ് ഉള്ളത്. എടപ്പള്ളി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ യാത്ര തുടർന്നു. ഏകദേശം ഒരു കോയമ്പത്തൂരൊക്കെ ആയപ്പോൾ ഞാൻ വളർന്ന് പുറത്തിറങ്ങി ഇങ്ങനെ ജസ്റ്റ് ഒരു ചായ കുടിച്ചിങ്ങനെ നടക്കായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ദൃശ്യം എണീച്ച് വന്നു. ഞങ്ങൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ട്രെയിൻ ഏകദേശം ഈറോടെ തന്നെ ആയിരുന്നു. ആക്ച്വലി ഞാൻ പഠിച്ചത് ഈറോഡ് ആയതുകൊണ്ട് കുറേ നൊസ്റ്റാൾജിക് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ച് നിന്നു. ഈറോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ജസ്റ്റ് ആ ബോർഡിൻ്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ വീണ്ടും യാത്ര തുടർന്ന് ഏകദേശം 6:30 ആയപ്പം ഞങ്ങൾ കരൂർ ജംഗ്ഷനെത്തി. കരൂരിൽ നിന്ന് പിന്നെ സീറ്റൊക്കെ മടക്കി ഏതാണ്ട് നേരം വെളുത്തായിരുന്നു. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ തുടർ കാഴ്ചകൾ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.